ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ CHSL 2024 എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂലൈ 1 മുതൽ ആ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 12-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് പേര് നമ്മളുടെ മാഗ്നാമെന്റ് ഇമെയിലിലോട്ട് ഒരു മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ടൈം കിട്ടിയില്ല. അപ്പൊ ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് പറയുന്നത് അവര് റീസണിങ് എഴുതി ഒരു 20 ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പോഴത്തേക്കും ടൈം തീർന്നു പോയി. മാത്സിന് ബാക്കി 5 മിനിറ്റ് 10 മിനിറ്റേ ഉള്ളായിരുന്നു. 10 മിനിറ്റിൽ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ കിട്ടാത്തവരുണ്ട്. കുറച്ച് പേര് പറയുന്നു അവർക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. കുറച്ച് പേര് പറയുന്നു വേറെ എക്സാം എഴുതുന്ന സമയത്ത് പ്രഷർ കാരണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ വീട്ടിൽ പിന്നെ ആലോചിച്ചപ്പോൾ ചെയ്യാൻ പറ്റി. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു റിപ്ലൈയിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതണം, മോക്ക് ടെസ്റ്റിന്റെ സ്ട്രാറ്റജി എന്താണ്. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി കാര്യം, നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റിന്റെ സ്ട്രാറ്റജി നിങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ മോക്ക് എഴുതുന്ന ആ ഒരു രീതി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ എക്സാമിനും പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് മാറ്റാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. മോക്ക് ടെസ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്യുന്നു അത് ആണ് നിങ്ങൾ എവിടെ പോയി പറയുന്നത്, അവിടെ ആ ഒരു എക്സാമിന് പോയിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നത്. അത് ഒരിക്കലും എക്സാമിന്റെ സമയത്തല്ല നമ്മളുടെ സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അത് കൊണ്ടുപോയി അത് പ്രയോഗിക്കുന്ന സ്ഥലമാണ് നമ്മളുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന എവിടെ നിന്നാണ്? മോക്ക് ടെസ്റ്റുകളിൽ നിന്നാണ്. അപ്പൊ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ കമ്പനികൾ തരുന്ന ടെസ്റ്റ് ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബുക്കിലും ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിലെ 5 ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ തന്നെ ടൈമർ ഇട്ട് ചെയ്താലും അതെന്താണ്? മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ ആ ഒരു എക്സാമിനോടുള്ള അല്ലെങ്കിൽ ആ ടോപ്പിക്കിനോടുള്ള അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ആക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അതെന്താണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് അതെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ പറയും. മോക്ക് ടെസ്റ്റ് സൈറ്റിൽ നിന്ന് കിട്ടുന്നതും പറയാം, അതേപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും പറയാം. അപ്പോൾ അത് ഞാൻ മെയിനായിട്ട് മാത്സിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ സ്പീഡിന്റെ കാര്യം മാത്സ് പറയുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇംഗ്ലീഷ്, GK, റീസണിങ്, മാത്സ് ഇതെല്ലാം നിങ്ങൾ എങ്ങനെ ചെയ്യണം, അതേപോലെ എക്സാമിന്. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരരുത്. എങ്ങനെ എക്സാം എഴുതണം എന്നുള്ള കാര്യം അറിയാതെ ആരും പോകരുത്. അതുകൊണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ ഇത് ഏത് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, അതേപോലെ ഏത് സെൻട്രൽ ഗവൺമെന്റ് ഓൺലൈൻ എക്സാം ഏതും ആയിക്കോട്ടെ, ഈ ഒരു 4 സബ്ജക്ട് വരുന്ന അല്ലെങ്കിൽ 3 സബ്ജക്ട് വരുന്ന ഇംഗ്ലീഷിലെന്നേ ഉള്ളൂ റെയിൽവേയിൽ. അപ്പോൾ അതിനനുസരിച്ച് ഈ പറയുന്ന ഇപ്പൊ ഞാൻ SSC വെച്ചാണ്, SSCയുടെ പ്രിലിംസ് വെച്ചാണ് പറയുന്നത്. മെയിൻസിന് വേണ്ടിയുള്ളത് പിന്നെ പറയാം, CGLന്റെ. അപ്പോൾ ഇനി ഞാൻ മോക്ക് ടെസ്റ്റും കാണിച്ചു തരാം. അപ്പൊ ഇന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ റിയൽ എക്സാമിന് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനും മാക്സിമം മാർക്ക് വാങ്ങാനും പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവരും ഒരു നോട്ട് എടുത്തിട്ട് ഇത് എഴുതി വെക്കുക. അപ്പൊ നമ്മളുടെ സ്ട്രാറ്റജി വീഡിയോ ഒരുപാട് പേര് സ്ട്രാറ്റജി വീഡിയോ ഇപ്പം ഏകദേശം ഒരു 23,000 പേരോളം കണ്ടു കഴിഞ്ഞു. അപ്പൊ സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാനത് ഐ ബട്ടണിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ആ സ്ട്രാറ്റജി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു 1.5 മണിക്കൂർ എത്രത്തോളം സിൻസിയർ ആയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളതെന്ന് ഈ കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പേര് അത് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, അതും ഫോളോ ചെയ്യണം. അതിന്റെ കൂടി എക്സാമിന്റെ ഈ കാര്യം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജോലി എന്തായാലും കിട്ടിയിരിക്കും. പക്ഷേ അതിനുള്ള കഷ്ടപ്പെടാനുള്ള മനസ്സ് വേണം. നമ്മളുടെ ചാനൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നവര് ഒരുപാട് പേര് സ്ട്രാറ്റജി ഒക്കെ കണ്ടുവരുന്നവരുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിലുള്ള ചാനലിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ക്ലാസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ നമ്മുടെ ചാനൽ മാക്സിമം പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനലിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പൈസ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സാധനം അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കൂ എന്നല്ല, എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടുന്ന എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞു തരുന്ന പ്രൂവൺ ആയിട്ടുള്ള, അതായത് അങ്ങനെ എക്സാം ക്ലിയർ ചെയ്ത് പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്ന് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ആദ്യമേ നിങ്ങൾ എക്സാം എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാം നിങ്ങൾ എങ്ങനെ എഴുതണം. അപ്പൊ എക്സാം നിങ്ങൾ എങ്ങനെ എഴുതുന്നത് പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം മോക്ക് ടെസ്റ്റിലേക്ക് വരാം.
അപ്പം എന്താണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്? ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിയൽ എക്സാമിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ സ്വന്തം ഇതിൽ പ്രാക്ടീസ് പോലെ റിയൽ എക്സാമിനെ നമ്മൾ കണക്കാക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വാറിന് പോകുമ്പോൾ ഉള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ നമ്മളുടെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഈ മോക്ക് ടെസ്റ്റിന്റെ കാര്യങ്ങളും എവിടെ നിന്നൊക്കെ ചെയ്യണം, ഏതൊക്കെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യണം, അതെല്ലാം സ്ട്രാറ്റജി വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഇത് കാണണം. ഓക്കെ, ഇപ്പൊ എവിടെ നിന്നൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റിനെ ഏതൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നമ്മുടെ മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോമായ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അത് എന്തായാലും എടുക്കണം. അത് സ്ട്രാറ്റജി വീഡിയോയിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിന്റെ സബ്സ്ക്രിപ്ഷൻ എന്തായാലും എടുക്കാം. ഓക്കെ, മസ്റ്റ് ആയിട്ടും വേണ്ടുന്ന ഒരു കാര്യമാണ്. റെയിൽവേ ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഞാൻ ഒരാളുടെ കമന്റ് കണ്ടു, അവർക്ക് ഓൺലൈനിൽ എങ്ങനെ മോക്ക് ടെസ്റ്റ് എടുക്കണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ അതിനുവേണ്ടി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഇതാണ് ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ തുറക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് എടുക്കാം. ടെസ്റ്റ് സീരീസിനകത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വരും, നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് പ്രോ എന്ന് പറയുന്ന സാധനം പർച്ചേസ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരുപാട് മോക്ക് ടെസ്റ്റിലുണ്ട്. എല്ലാ മോക്ക് ടെസ്റ്റിലും നിങ്ങൾക്ക് താഴെ ഇവിടുന്ന് SSCയുടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ SSCയുടെ എല്ലാ മോക്ക് ടെസ്റ്റും കിട്ടും. റെയിൽവേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേയുടെ കിട്ടും. ബാങ്കിന്റെ എല്ലാം ഉണ്ട്, എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി CGLന്റെ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ CGLന്റെ ഒരു മോക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ CGLന്റെ എടുത്തു. എന്നിട്ട് ഇതില് ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്. ഫുൾ ടെസ്റ്റ് ഇതാ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സ്വന്തമായിട്ട് അവർ തന്നെ ഡിസൈൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യമേ ഇതല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ടെസ്റ്റ് ഒക്കെ ചെയ്യാം. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ പ്രീവിയസ് ഇയർ പേപ്പർ ഞാൻ എടുത്തു. പ്രോ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. 2023 നടന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ റിയൽ എക്സാം പോലെ തന്നെ എന്തുണ്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. എടുക്കാൻ അറിയില്ല എന്നുള്ളവർക്ക് ഇതെന്ത് ചെയ്യാം, കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് എടുത്തു. യെസ്, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യം നിങ്ങൾ എല്ലാവരും ചോദ്യം, ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ ഈ ഒരു ഇതിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യം ആദ്യം ഏത് അറ്റംപ്റ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് നിങ്ങൾ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകൾ മാറും. ഇത് തന്നെ കറക്റ്റ് ആയിട്ട് സ്ട്രാറ്റജി വീഡിയോ ഇതുകൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഡൗട്ട് വരുമ്പോൾ വീണ്ടും എടുത്ത് കാണും. അപ്പൊ ആദ്യം നിങ്ങൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, GK ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമുള്ളവർ കാണും, റീസണിങ് ഇഷ്ടമുള്ളവർ കാണും, വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നവർ കാണും. പക്ഷേ ഞാൻ പറയുന്നത് ഇത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്, എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. അപ്പൊ ആദ്യമേ GK ചെയ്യുക. അപ്പൊ GK ചെയ്യുമ്പോൾ GKയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, GK ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. പിന്നെ ഇടയ്ക്ക് ചെറിയ ഡൗട്ട് ഉള്ളതും കാണും. പിന്നെ ഒന്നും അറിയാത്തത് അറിയാവുന്നത്, ചെറിയൊരു ഡൗട്ട് ഉള്ളത്, 2 ഓപ്ഷനിലും 3 ഓപ്ഷനിലും ഡൗട്ട് ഉള്ളത്, അതായിരിക്കുമോ എന്നുള്ളൊരു ചിന്തയുള്ളത്. ഈ 3 സംഭവമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വിച്ച് കമ്മിറ്റി റെക്കമെൻഡ് ഫോർമുലേഷൻ, ഓക്കെ NBFC, ഇത് അറിയാമെങ്കിൽ ഓക്കെ, ഇതാണെങ്കിൽ ഇത് കൊടുത്തു പോയി. അറിയില്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതണ്ട. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തു, അറിയില്ല, നോക്കുന്നു, ക്വസ്റ്റ്യൻ കാണുന്നു, അറിയില്ല, അടുത്ത് എഴുതു, ഇത് വായിക്കുന്നു, ഇതേതാ നോക്കുന്നു, അത് എഴുതി, അറിയാമെങ്കിൽ എഴുതി, അങ്ങനെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അങ്ങനെ എഴുതി അറിയില്ല, ഞാൻ എന്ത് ചെയ്യണം, പോവാണ്. അപ്പൊ അറിയില്ലാത്തത് വിട്ടു, നോക്കി, അറിയില്ല, വിട്ടു. ഡൗട്ട് ഉള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞാൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു വെക്കാം. അത് എന്ത് ചെയ്യും, ഇങ്ങനെ മാർക്ക് അടിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് വന്നാലും ഇതിന് GK മാക്സിമം എന്ത് ചെയ്യുക, GK മാക്സിമം 5 മിനിറ്റ്സ്, മാക്സിമം 5 മിനിറ്റ്സ്, 5 മിനിറ്റ്സിൽ 5 മിനിറ്റ്സ് എന്ത് ചെയ്യുക, GK കംപ്ലീറ്റ് ആക്കാം. അപ്പൊ GK എത്ര മിനിറ്റ് ആണ്, ഞാൻ അവിടെ നിന്ന് എഴുതാം. GK 5 to 6 മിനിറ്റിൽ നിങ്ങൾ ചെയ്ത് തീർത്തിരിക്കണം. അതായത് പിന്നെ ഒരു തിരിച്ചു പോക്കില്ല. GK ചെയ്തു, അറിയാമെങ്കിൽ അറിയാം, അറിയില്ലെങ്കിൽ അറിയില്ല. അപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്ര വട്ടം ചെയ്തിട്ടുണ്ടോ, അപ്പൊ ഇതിൽ ഈ 25 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു 10 എണ്ണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ 10 എണ്ണം വേഗത്തിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്ത് പോകാം. ഡൽഹി അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്ത് അങ്ങനെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കാണുക. 25 ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾക്ക് ഇതിപ്പം 4 മിനിറ്റ് ആയിട്ടുള്ളൂ. 4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 56 അല്ലെങ്കിൽ 55 അല്ല 54 വരെ നിങ്ങൾക്ക് 6 മിനിറ്റ് വരെ ചെയ്യാം. 54 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇപ്പം 57 മിനിറ്റിൽ ഞാൻ എല്ലാം കണ്ടെന്ന് വെച്ചു, ബാക്കി 56 മിനിറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതൊന്നും വരാം. മാക്സിമം കറക്റ്റ് കുത്താതിരിക്കുക. ഒരു 25 ഒരു 15 ക്വസ്റ്റ്യൻ എങ്കിലും ശരിയാക്കുന്ന രീതിയിൽ നിങ്ങൾ GK പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സ്ട്രാറ്റജി വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും അവിടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ഇപ്പൊ ഇവിടെ ഒരു 56 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ 54 ആവുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, GK ചെയ്യാം. അത് കഴിഞ്ഞ് നേരെ ഇംഗ്ലീഷ് വരും. രണ്ടും കൂടെ GKയും
ഇംഗ്ലീഷ് കൂടെ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് എടുക്കാം. 15 മിനിറ്റ് അല്ലെങ്കിൽ 14 മിനിറ്റ്. 14 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്? അല്ലെ 15 മിനിറ്റ് എടുക്കാം. ഓക്കെ. അപ്പോൾ ജി കെക്ക് നിങ്ങൾ 5 മിനിറ്റ് മതി, 6 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മതി. ഇംഗ്ലീഷ് എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് ഒരു 10 മിനിറ്റിൽ ചെയ്യും. ഈ 10 മിനിറ്റിൽ ഇംഗ്ലീഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം ജോലി കിട്ടാൻ വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആ സ്ട്രാറ്റജി വീഡിയോ കണ്ട് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ സ്പീഡും എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ആവും. 10 മിനിറ്റ്, ചിലപ്പോൾ ചിലർക്ക് 20 മിനിറ്റ് ഒക്കെ എടുക്കുന്നവർ കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എക്സാം 60 മിനിറ്റ് ഉള്ള എക്സാം, പ്രിലിംസ് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇംഗ്ലീഷിന് 20 മിനിറ്റ് 15 മിനിറ്റ് എടുക്കുന്നവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല പ്രയാസമായിരിക്കും. ഇംഗ്ലീഷ് നിങ്ങൾ 10 മിനിറ്റിൽ, ഇത് രണ്ടും കൂടെ ജി കെ ഇംഗ്ലീഷൂടെ 15 മിനിറ്റ്, അതായത് നിങ്ങളുടെ ക്ലോക്കിൽ 45 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് ജി കെ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അപ്പൊ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ചെയ്യണമെന്നല്ല. ജി കെക്ക് അറിയാവുന്നത് നിങ്ങൾ ചെയ്തു, അടുത്ത എന്ത് ഇംഗ്ലീഷ് എടുത്തിട്ട് നിങ്ങളൊരു ഞാൻ ആ സ്ട്രാറ്റജിയിൽ പറഞ്ഞ ലെവലിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇതാണ്, ഇതിൽ തെറ്റെന്താണ്, ട്രിവിയൽ തിങ്സ് ഇതിന്റെ അപ്രോപ്രിയേറ്റ്, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് എഴുതുക. ഓക്കെ, അത് എഴുതുക. ഓക്കെ, അടുത്ത് നോക്കുക. അറിയാമെങ്കിൽ അറിയാം. ഇതും അതേപോലെ തന്നെയാണ്. അറിയാമെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ അറിഞ്ഞില്ല. അറിഞ്ഞില്ലെങ്കിൽ വിട്ടേക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 25 ക്വസ്റ്റ്യൻ നിങ്ങൾ ആ 10 മിനിറ്റിൽ ചെയ്യാൻ ശ്രമിക്കും. എളുപ്പമുള്ളത് എങ്ങനെ ചെയ്യുന്നത്? ആദ്യം എളുപ്പമുള്ളത് ചെയ്തു. എന്നിട്ട് ബാക്കി ഇവിടെ തന്നെ ആ സമയത്ത് തന്നെ അറിയാം അല്ലെങ്കിൽ അറിയില്ല, അത്രേ ഉള്ളൂ. പിന്നെ പാരാജയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് വെച്ചു. അതായത് ഈ ഒരു സമയത്ത് തന്നെ 45 മിനിറ്റ് തീരുന്നതിന് മുമ്പേ തന്നെ ലാസ്റ്റ് അവസാനം വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഈ ഒരു ടോട്ടൽ 15 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജി കെ പ്ലസ് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഒരു തിരിച്ചുവരവില്ല രണ്ടാമത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മുടെ എത്ര ഉണ്ട്? 45 മിനിറ്റ് ഉണ്ട്. ഓക്കെ, ഇതറിയാതാണ് ഒരുപാട് പേര് പോകുന്നത്. ഇങ്ങനെ നിങ്ങൾ എവിടെ ചെയ്യണം? മോക്ക് ടെസ്റ്റ്. നിങ്ങൾ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതണം, ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഇതേപോലെ ചെയ്യണം. ഇനി 45 മിനിറ്റ് ബാക്കിയുണ്ട്. ഓക്കെ, 45 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇംഗ്ലീഷ് എല്ലാം കണ്ടു, 45 മിനിറ്റ് എല്ലാം ചെയ്തു. അപ്പോൾ ഈ ലെവലിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? റീസണിങ് എടുക്കണം. ജനറൽ ഇന്റലിജൻസ് റീസണിങ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ കണ്ടു, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു. ഓക്കെ, ഇത് കണ്ടു, ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ, അടുത്തതിൽ ചെയ്യാം. ഇത് നോക്കി ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, എഴുതി. അടുത്ത പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു 30 സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ, റീസണിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊരു 30 സെക്കൻഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോഴേ സ്കിപ്പ് ചെയ്തേക്കോ. കാര്യം എല്ലാ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. നിങ്ങൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എഴുതിയാലും അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ എഴുതിയാലും ഏത് ക്വസ്റ്റ്യൻ എഴുതിയാലും നിങ്ങൾക്ക് അവിടെ ശരിയാക്കി കഴിഞ്ഞാൽ എത്ര മാർക്കാണ് കിട്ടുന്നത്? 2 മാർക്ക് കിട്ടുന്നത്. നിങ്ങളൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഇരുന്ന് സമയം കളഞ്ഞാൽ നിങ്ങളുടെ ഈസി ക്വസ്റ്റ്യൻ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് കണ്ടു, ഓക്കെ, ഇതിങ്ങനെയാണ്, ഇത് മടക്കി ഇത് നോക്കുമ്പോൾ എങ്ങനെ വരും? ഇതിവിടെ എത്തും. പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ പ്രാക്ടീസ് നല്ലോണം ചെയ്താൽ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയാസമുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ചെയ്താൽ മതി. അടുത്ത ഇത് നോക്കി. ഓക്കെ, ഇത് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് 9 കുറച്ച് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, 30 സെക്കൻഡ് കഴിഞ്ഞാൽ എന്ത് വിടുക. അങ്ങനെ അടുത്ത ദിവസം ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് ചെയ്യാം. 30 സെക്കൻഡിൽ സ്പീഡിൽ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസം ചെയ്യുക. ഒരിക്കലും ഒരു ക്വസ്റ്റിന്റെ സ്റ്റക്കായിട്ടിരിക്കരുത്. ഈ ഒരു ക്വസ്റ്റിന് സ്റ്റക്കായിട്ടിരിക്കരുത് എന്ന് പറയുമ്പോൾ കുറെ പേര് വിചാരിക്കും എക്സാമിന് പോയിട്ട് സ്റ്റക്ക് ആവാതിരിക്കാന്ന്. അതൊരിക്കലും നടക്കില്ല. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നിങ്ങൾ ഇതുപോലെ ഒരു 100 മോക്കെങ്കിലും, ഞാൻ പറയുകയാണ്, ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റിന്റെ കാര്യം പറയുകയാണ്, നിങ്ങൾ 100 മോക്ക്, ഞാൻ നല്ല ലെവലിൽ പഠിക്കുന്നവർക്ക് പറഞ്ഞാൽ ഒരു 50 മോക്ക്, 50 to 100 മോക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇന്റൻഷനോടെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈമും എക്സാമിന് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കൂടും. അപ്പൊ ഇത് കണ്ടു, ഓക്കെ, ഇത് എഴുതി. അടുത്ത എഴുതി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോയി 25 ക്വസ്റ്റ്യനും നിങ്ങൾ കാണുക. 25 ക്വസ്റ്റ്യൻ കാണുക. എത്ര സമയത്താണ്? ഇപ്പൊ നമ്മൾ 45 മിനിറ്റ് ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യുക, 15 മിനിറ്റ് എടുത്തോ. 15 മിനിറ്റിൽ നിങ്ങൾ 25 ക്വസ്റ്റ്യൻ കാണണം. അങ്ങനെ 25 ക്വസ്റ്റ്യനിലും അത്യാവശ്യം ലെവലിൽ പഠിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഒരു ഈസി ലെവൽ എക്സാം ആണെങ്കിൽ 20, 22 അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെച്ചോ. 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസണിങ് ചെയ്യാൻ പറ്റും. ഈ ജി കെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആണ്. 15 മിനിറ്റ് കണ്ടിരിക്കണം. അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ അനുസരിച്ച് നിങ്ങളുടെ അറ്റംപ്റ്റ് കാണും. 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 15 മിനിറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ 20 to 22 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റീസണിങ് ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻ, പാടാണെങ്കിൽ എല്ലാവർക്കും പാടായിരിക്കും. അതിന് കോമൺ സെൻസ് ആണ്. റീസണിങ് പഠിക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 20 to 22 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതൊരിക്കലും നിങ്ങൾക്ക് എന്താവത്തില്ല, നഷ്ടപ്പെടുത്തില്ല. അപ്പൊ ഇനി ബാക്കി എത്ര സമയമുണ്ട്? 45, 15 പോയാൽ ബാക്കി 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് ആണ് നിങ്ങളുടെ എന്തുള്ളത്? 30 മിനിറ്റിൽ നിങ്ങൾ മാത്സ് തുടങ്ങിയിരിക്കണം. പിന്നെ മാത്സ് എടുത്തു. നമ്മൾ ഇതിൽ ഏകദേശം എളുപ്പമുള്ളതല്ല. കാര്യം രണ്ടാമത്തെ റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, ഇതിനകത്ത് സെക്കൻഡ് റൗണ്ട് വരാം. ആ 15 മിനിറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ആയിട്ട് മാറ്റണം. ഫസ്റ്റ് റൗണ്ട് ഈസി എല്ലാം ചെയ്തു, പിന്നെ സെക്കൻഡ് റൗണ്ടിൽ പാടായിട്ടുള്ള നിങ്ങൾക്ക് മീഡിയം ആയിട്ടുള്ളത് ചെയ്തു കഴിഞ്ഞു. പിന്നെ കിടക്കുന്നതെല്ലാം എന്തായിരിക്കും? പിന്നെ ഈ 5 എണ്ണമാണ് കിടക്കുന്നതെന്ന് വെച്ചോ. 5 എണ്ണം ചെയ്യാത്തത് എന്തായിരിക്കും? ബാക്കി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതായിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അതവിടെ കിടക്കട്ടെ. കാര്യം എളുപ്പമുള്ളതെല്ലാം നമ്മൾ ചെയ്തു. ജി കെയിലെയും ഇംഗ്ലീഷിലെയും ജി കെയിലെയും റീസണിങ്ങിലെയും എളുപ്പമുള്ളതെല്ലാം ചെയ്തു. ഇനി മാത്സ് എടുത്തു. മാത്സിന് ഇനി നമുക്ക് 30 മിനിറ്റേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക്
വേണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഇവിടെ കുറയ്ക്കാം. GK 4 മിനിറ്റ് ചെയ്യാം, ഇംഗ്ലീഷ് 8 മിനിറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സ്പീഡാണ്. മിനിമം ഇത്ര സമയങ്ങളിൽ വെക്കണം. മിനിമം ഈ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 13 മിനിറ്റ് എടുക്കാം, അല്ലെങ്കിൽ 12 മിനിറ്റ് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 12 മിനിറ്റ് എടുക്കാം. ഇതിന് മാത്സ് തുടങ്ങി. മാത്സിന് വേണമെങ്കിൽ 35 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ജനറൽ ആയിട്ട് ഒരു ഐഡിയ ഇതായിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഈ ടാർഗറ്റ് ഉണ്ടായിരിക്കും. മാത്സ് എടുത്തു, ഇത് കാണുമ്പോൾ തന്നെ പെൻ ഫ്രീ മെത്തേഡ് ഉണ്ട്. പെൻ ഫ്രീ മെത്തേഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഈ പേന എടുക്കുക ചെയ്യുന്നതിന്റെ ഉദ്ദേശം. അതേപോലെ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡിന്റെ ഉദ്ദേശം എന്തിനാണ്? ഈ സമയത്ത് ചെയ്തു തീർക്കാനാണ്. ഒരു റിയൽ എക്സാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഈ എക്സാം തന്നെ ഒന്ന് എഴുതി നോക്കാം. Tier 1 ഒറിജിനൽ ഈ പേപ്പർ ഒന്ന് എഴുതി നോക്കാം. അന്നേരം മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ മാത്സ് നിങ്ങൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം? പഠിക്കണം. ആ ഒരു രീതിയിൽ പഠിക്കണം. അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു, അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമുള്ളത് ചെയ്തു, അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതാണെങ്കിൽ ചെയ്തു, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. നോക്കുക, കണ്ടിട്ടുള്ളതാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. DA എല്ലാം എന്ത് ചെയ്യണം? ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എല്ലാം സെക്കൻഡ് ആണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. അതപ്പം വായിക്കണ്ട കാര്യം DA യുടെ ചിലപ്പം സെയിം ഡേറ്റ വരും. ഓക്കെ, DA എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടു, എളുപ്പമാണെങ്കിൽ ചെയ്യാം. 30 സെക്കൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വിട്ടേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാം. അടുത്ത ചെയ്തു അങ്ങനെ ചെയ്ത് എന്ത് ചെയ്യാം? 25 ക്വസ്റ്റ്യൻ വന്നു. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ എന്ത് ചെയ്യണം? ബാക്കി ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ ചെയ്യണം. ഫസ്റ്റ് റൗണ്ട് ഈസി ക്വസ്റ്റ്യൻസ്, പെട്ടെന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ലെങ്തി ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യണ്ട. ലെങ്തി ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ റൗണ്ട് ചെയ്താൽ മതി. ഈസി ഉള്ളതെല്ലാം ചെയ്ത് തീർക്കുക. കാര്യം വൺ വേർഡ് ആയിട്ടുള്ളതാ. ഇതൊക്കെ പൈസ ഇൻകം ഇൻക്രീസ്മെന്റ്, സേവിംഗ് ഇത്രയാണെങ്കിൽ ഇൻകം ആഫ്റ്റർ ഇൻക്രിമെന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ക്ലാസ്സിലെല്ലാം ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ചെയ്യേണ്ടതെന്ന് സ്ട്രാറ്റജി വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം. എന്നിട്ട് ഇത് എത്ര സമയം കൊണ്ട് ചെയ്യണം? ഇങ്ങനെ മനസ്സിലൊരു ടാർഗറ്റ് വേണം. ടൈമിന്റെ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ 30 മിനിറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 22. കൂടുതൽ സമയം ഇട്ടവർക്ക് 22 മിനിറ്റ് ആക്കും. അത് ഇവിടുത്തെ സമയം കുറച്ച് കഴിഞ്ഞാൽ, ഇവിടെ 15 മിനിറ്റ് എന്നുള്ളത് 12 ആയി കഴിഞ്ഞാൽ, ഇവിടെ 15 മിനിറ്റ് എന്നുള്ളത് ഇവിടെയും 12, 13 ആയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് 25 മിനിറ്റിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൊടുക്കാം. ബാക്കി ലാസ്റ്റ് എന്ത് വേണം? ഒരു 10 മിനിറ്റോളം നിങ്ങൾ ബാക്കി വേണം. 10 മിനിറ്റോളം ബാക്കി ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മാത്സിന്റെ റീസണിങ്ങിന്. പിന്നെ GK-ലോട്ടും ഇംഗ്ലീഷിലോട്ടും തിരിച്ചു പോകുന്നില്ല. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ആരൊക്കെയാ ഉള്ളത്? മാത്സും റീസണിങ്ങും. മാത്സിലെ റീസണിങ്, മാത്സിൽ നിങ്ങൾ ഈ ഒരു 20 to 25 മിനിറ്റിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? മിനിമം 20 മിനിറ്റ് വേണം. മിനിമം 20 മിനിറ്റ് ചെയ്യണം. നിങ്ങളൊരു 15 to 17 ക്വസ്റ്റ്യൻ ചെയ്യുന്ന വെച്ചോ. ഈ 17 ക്വസ്റ്റിനും ഈ 22 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ 37 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാക്കി കൂടാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായി? ഇപ്പൊ കട്ട് ഓഫിനേക്കാളും നിങ്ങൾക്ക് മാർക്കായി. കട്ട് ഓഫിനെ അല്ലെങ്കിൽ ഒന്നുകിൽ കട്ട് ഓഫിനോടോ അല്ലെങ്കിൽ കട്ട് ഓഫിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മാർക്കായി. ഇനിയുള്ള മാർക്കുണ്ടല്ലോ, ഇനിയുള്ള ഈ 10 മിനിറ്റ് ആണ് നിങ്ങളുടെ വെരി വെരി ക്രൂഷ്യൽ ആയിട്ടുള്ളത്. അതായത് ഒരു പ്രിപ്പറേഷൻ സെറ്റായിട്ട് പോയാൽ, നന്നായിട്ട് പഠിച്ചിട്ട് പോയ ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അത് വെറുതെ പോയി എഴുതുന്നവരുടെ കാര്യമല്ല പറയുന്നത്. ഓക്കെ, അവർക്ക് എങ്ങനെയായാലും ഈ സമയം കൊണ്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ബാക്കി കറക്കി കുത്തി പോയി കാണും. ഓക്കെ, അപ്പൊ ഇനി നോക്ക്, ഇനി ഈ 10 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്സിന്റെ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ അവിടെ വിചാരിച്ചു മാത്സിന് ഒരു 8 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്, റീസണിങ്ങിന് ഒരു 20 ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ടെന്ന് വെച്ചു. 13 ക്വസ്റ്റ്യൻ ടോട്ടൽ ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? റീസണിങ്ങിൽ എന്തായാലും 5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റീസണിങ്ങിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില നമ്പർ സീരീസ് ഒന്നും ആർക്കും കിട്ടത്തില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ മാത്സിലോട്ട് പോകണം. കാര്യം മാത്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ വൈസ് ഫുള്ള് പഠിച്ചിട്ടുണ്ടെങ്കിൽ, കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ് മാത്സ് എന്ന് പറയുന്നത്. കാര്യം അവിടെ കൺസെപ്റ്റ് ഉണ്ട്, കാര്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മാത്സിന്റെ 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് ഒന്ന് ട്രൈ ചെയ്യുക. 1 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, സമയമൊന്നും അധികം കിട്ടാൻ പോകുന്നില്ല. 8 ക്വസ്റ്റ്യൻ നമുക്ക് 10 മിനിറ്റ് ടോട്ടലുള്ളൂ, 13 ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ഇതിൽ കിട്ടുന്ന ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. ഇനി അതൊന്നും നിങ്ങൾ ഒരു 3 ചെയ്യുന്ന വെച്ചോ, ഇതിൽ 3 ചെയ്യുന്ന വെച്ചോ, 3 അല്ലെങ്കിൽ 4 ചെയ്യുന്ന വെച്ചോ, 4 ചെയ്തു. അപ്പൊ തന്നെ നിങ്ങൾക്ക് 21 ക്വസ്റ്റ്യൻ ശരിയായി. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ തന്നെ 21 ചെയ്യും. ബാക്കി 4 ആയിരിക്കും നിങ്ങൾക്ക് പ്രയാസം. ആ 4 കൂടെ ആ സമയത്ത് ചെയ്ത് 25 നിങ്ങൾ ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ലെവലാണ്. പിന്നെ റീസണിങ് ചെയ്യുക. റീസണിങ്ങിന് 3 ചെയ്യുന്ന വെച്ചു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾ എത്രയായി? മാക്സിമം റീസണിങ് കൂടെ 50 ഒരു 40+ ക്വസ്റ്റ്യൻസ് ചെയ്തു. അതൊക്കെ നിങ്ങളുടെ ലെവലാണ്. അപ്പോൾ GK ഇംഗ്ലീഷും നിങ്ങൾക്ക് എളുപ്പമുള്ളതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. GK ഇംഗ്ലീഷിലും ഇനി നിങ്ങൾക്ക് ഒന്നും വരാനില്ല, കിട്ടാനുള്ളതെല്ലാം കിട്ടുകയും ചെയ്തു. GK-ലും നമ്മുടെ മാത്സ് റീസണിങ്ങിലും നിങ്ങൾ 40+, അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് എല്ലാം ചെയ്തു, മീഡിയം ആയിട്ടുള്ളതും നിങ്ങൾ എന്ത് ചെയ്ത് കാണും. അപ്പൊ ഈ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്തു? ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 2 വട്ടമെങ്കിലും കണ്ടു കാണും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യണം? ഒരു 2 ടൈംസ് എങ്കിലും നിങ്ങൾ കണ്ടു കാണും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരെങ്കിലും പറയോ എനിക്ക് ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആരെങ്കിലും പറയോ എനിക്ക് ഫുൾ ക്വസ്റ്റ്യൻ കാണാൻ പറ്റില്ലെന്ന്? ആരെങ്കിലും പറയോ ഞാൻ ഈസി ക്വസ്റ്റ്യൻ ലീവ് ചെയ്തെന്ന് പറയും? ഇല്ല. പാടുള്ള ക്വസ്റ്റ്യൻ ആണ് ലീവ് ചെയ്തത്. അത് മിക്കവാറും ആൾക്കാരും എന്തായിരിക്കും? പാടുള്ള ക്വസ്റ്റ്യൻ ലീവ് തന്നെ ചെയ്തിരിക്കും. പക്ഷെ ഒരുപാട് പേർക്ക് കഴിയാത്തൊരു സാധനമാണ് ഈ പറഞ്ഞ ഈ ടൈം മാനേജ്മെന്റ്. ഇത് ഈ പറയാൻ എളുപ്പമാണ് ടൈം മാനേജ്മെന്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതും മനസ്സിൽ ഇങ്ങനൊരു ടാർഗറ്റ് വെക്കാം. ഓക്കെ, 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ
ഓരോ സബ്ജക്റ്റിനുള്ള സ്പീഡ് അനുസരിച്ചിരിക്കും. പക്ഷെ ഒരു ഐഡിയൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഓൺലൈനിൽ മോക്ക് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, സബ്മിറ്റ് കൊടുത്താൽ മതി. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് എന്ന് അറിയാൻ പറ്റും. പിന്നെ അനാലിസിന്റെ കാര്യവും പറയാം. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാം ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ റിയൽ എക്സാം ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ 60 മിനിറ്റ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ എക്സാം അനുസരിച്ച് ഇപ്പൊ റെയിൽവേക്ക് പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് 90 മിനിറ്റ് ആയിരിക്കും. 90 മിനിറ്റ് 120 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ, അതായിരിക്കും. അപ്പൊ ആ ലെവലിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ മൈൻഡിൽ എന്ത് വേണം? മൈൻഡിൽ ആ ഒരു ടൈം വേണം. ഈ സമയത്തിനുള്ളിൽ ഞാൻ തീർക്കും, ഇത്രയും സമയമാണ് ഞാൻ അലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. എന്ത്? മോക്ക് ടെസ്റ്റ്. അതാണ് ഈ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒലീവ് ബോണ്ടിന്റെ ലൈവ് മോക്ക് സൊല്യൂഷൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. 300-400 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്ര പേര് സീരിയസ് ആയിട്ട് കാണുന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. നിങ്ങൾ സ്ട്രാറ്റജി വീഡിയോ 22,000 പേര് കണ്ടു. അതിൽ എത്ര പേര് സീരിയസ് ആയിട്ട് ഈ ലൈവ് മോക്ക് ചെയ്യുന്നു? ഈ ലൈവ് മോക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ 20 മിനിറ്റിൽ 25 ക്വസ്റ്റ്യനും ചെയ്യുന്ന സ്പീഡ് 20 മിനിറ്റ് വേണ്ട, 15 മിനിറ്റ് 12 മിനിറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ മെത്തേഡ്സ് പറയുന്നുണ്ട്. അപ്പൊ ആ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, മാത്സ് ആണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. മാത്സ് സ്പീഡ് ഉണ്ടെങ്കിൽ റീസണിങ് സ്പീഡ് ആവും. മാത്സിന്റെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ മെനക്കെടണം. ക്ലാസ് ഒക്കെ ഈ ചാനലിലുണ്ട്, അതെല്ലാം എടുത്ത് കാണണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. എത്രത്തോളം മോക്ക് ടെസ്റ്റ് ചെയ്യാമോ? പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ടൈം മാനേജ്മെന്റ് ഓക്കെ ആയി. ഇനി മോക്ക് ടെസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? അനാലിസിസ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ പറയാം. നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇനി വീഡിയോ ചെയ്തില്ല. ഞാൻ അധികം സ്ട്രാറ്റജിയുടെ വീഡിയോ അധികം എടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ വീണ്ടും സ്ട്രാറ്റജി വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് വ്യൂ കിട്ടണം എന്നുള്ള രീതിയിലല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഉപകാരമാവണം. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? സൊല്യൂഷൻ കഴിഞ്ഞു. അപ്പൊ സൊല്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങൾ എത്രത്തോളം മാർക്ക് വാങ്ങുന്നുണ്ട്, അതേപോലെ എത്ര സമയം നിങ്ങൾ എടുത്തു, ഒരു ഇതിന് എത്ര ആക്യുറസി എത്രയാണ്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. പിന്നെ ടോപ്പേഴ്സ് നോക്കണം, ടോപ്പേഴ്സ് ഒന്നും വിഷയമില്ല. പിന്നെ നിങ്ങൾക്ക് വീക്ക് ചാപ്റ്റേഴ്സ് അതൊക്കെ നോക്കാൻ പറ്റും, ഏതാണെന്ന് നോക്കാം. അപ്പം മനസ്സിലാവും ഏതാണ് ഇപ്പം ഇതിലെ ജോമെട്രി പ്രശ്നമാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വൊക്കാബുലറി പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് നോക്കാം. പക്ഷെ അതൊന്ന് ഡീപ്പായിട്ട് നോക്കണം എന്നല്ല പറയുന്നത്. പിന്നെ ടോപ്പർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പറിന്റെ നോക്കണം, ആവറേജുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആവറേജ് ഒന്നും കാര്യമില്ല, നിങ്ങൾ ആക്യുറസി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സൊല്യൂഷൻ എടുക്കുക. സൊല്യൂഷൻ എടുത്തിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ്? ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ തെറ്റിച്ചു. ഇപ്പൊ എന്തുകൊണ്ടാണ് തെറ്റിച്ചത്? ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് കാര്യം. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളുടെ ഇതിനകത്ത് തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ ഒരു പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു ഡോക്യുമെന്റ് വേർഡ് ഫയലിൽ സേവ് ചെയ്ത് വെക്കാം. ഈ മോക്കിന്റെ പേര് എഴുതിയിട്ട് സേവ് ചെയ്ത് വെക്കാം. നിങ്ങൾ നോട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശരിയായെങ്കിൽ എന്താണെന്ന് നോക്കാം. ഇതിൽ ഈസി ആയിട്ട് വല്ലതും ചെയ്യാൻ പറ്റും. ഇനി മാത്സിന്റെ അനാലിസിസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ജി കെക്ക് വേറെ ഒന്നുമില്ല. ജി കെക്ക് ഇപ്പോൾ ഇതിന്റെ ആൻസർ നമ്മൾ രണ്ടാമത്തെ തെറ്റിച്ചു, ഒന്നാമത്തേനെ അറിയില്ല. അപ്പൊ ജസ്റ്റ് ആൻസർ നോക്കി എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇത് ഫുൾ ഒന്നും വായിക്കാൻ നിൽക്കണ്ട, മടുത്തു പോകും. ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കരുത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അത് മാത്രമേ നമുക്ക് ജി കെ ചെയ്യാനുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ തെറ്റിച്ചു, എന്തുകൊണ്ടാണ് തെറ്റിച്ചത്? അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? വായിച്ചു വെക്കുക. അങ്ങനെ 25 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഇനി വന്നു കഴിഞ്ഞാൽ ഇത് തെറ്റിക്കരുത്, അങ്ങനെയുള്ള രീതിയിൽ വേണ്ടി ചെയ്യും. മാത്സിന്റെ ഒരു കാര്യം പറഞ്ഞാൽ, മാത്സ് ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായിരിക്കും? ഇത് നിങ്ങൾ എഴുതി 49 സെക്കൻഡ് ഞാൻ എടുത്തോളൂ, ആവറേജ് ഇത്ര സമയമാണ്. അപ്പൊ ഇനി ഏതെങ്കിലും സമയത്ത് ആവറേജിനേക്കാൾ കൂടുതൽ സമയമാണ് ഞാൻ എടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മെത്തേഡ് അവിടെ പ്രശ്നമാണ്. അപ്പൊ ആ മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കിട്ടുമെന്ന് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, അതെന്താണ്? ഇപ്പൊ ഈ ചാപ്റ്റർ ഇതേതാണ്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത്രയും പേര് 82% പേര് കറക്റ്റാക്കി ഒരു സാധനം കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വീക്കാണ്. അതെന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്ലാസ് എടുത്ത് അത് സെറ്റായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ റിവൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഓരോ ചാപ്റ്ററും നിങ്ങൾ നോക്കണം. പക്ഷെ അതൊന്നും ഒരുപാട് സമയം കൊടുക്കണം. ഇപ്പൊ ഓൾജിബ്ര ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? 37% കിട്ടുന്ന ഇതാണ്. അപ്പൊ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യാം എന്നെന്ത് ചെയ്യണം? നോക്കണം. അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ നോക്കാം. സൊല്യൂഷന്റെ വലിയ ലോങ് സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൽ. അതിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ക്ലാസ്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഇങ്ങനെ നോക്കുക. ഈ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മോക്ക് ടെസ്റ്റ് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു, മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു, എന്താണ് ടൈം വെച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെ അനാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ മോക്ക് ടെസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എക്സാമിന് ഇങ്ങനെ ഉണ്ട്, ജി കെ, ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ് എന്ന് പറഞ്ഞ് മോക്ക് ടെസ്റ്റ് കയറി ആദ്യം മാത്സ് എഴുതി റീസണിങ്, ഇംഗ്ലീഷ്, ജി കെ ചെയ്യുന്ന ഒരാൾ അവിടെ പോയി പെട്ടെന്ന് നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യും. എക്സാമിന് പോയിട്ട് പിന്നെ ജി കെ, ഇംഗ്ലീഷ് അങ്ങനെ പോകരുത്. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുക? വീട്ടിലും അതേപോലെ തന്നെ ചെയ്തു പോകുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമല്ലോ നിങ്ങൾ ജി കെ ആദ്യം ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഐഡിയലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് വിജയിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ടൈമിന്റെ കാര്യം നിങ്ങൾ എവിടെ എടുക്കുവാണെങ്കിലും ആ ടൈമിന്റെ കാര്യം. നിങ്ങൾ ഇപ്പോൾ ആദ്യം മാത്സ് എടുക്കാനുള്ള പ്രശ്നം, ചിലപ്പോൾ മാത്സ് നല്ല ഹാർഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട് പോയരാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആദ്യമേ ആ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് മാത്സ്, റീസണിങ് മാക്സിമം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്.
തുടക്കത്തിൽ GK ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ അറിഞ്ഞ് എഴുതിപ്പോ, പ്രയാസമാണെങ്കിൽ എല്ലാവർക്കും പാടായിരിക്കും. ഇംഗ്ലീഷ് ആണെങ്കിലും അതേപോലെ തന്നെ. പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇംഗ്ലീഷ്. ഒരു ട്രാക്കിൽ എത്തണം, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ടൈമർ ഇട്ട്, മാത്സിന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ടൈമർ ഇട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അത് ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞവർക്ക്, ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞ് പിനാക്കിളിന്റെ ബുക്ക് എടുക്കുക, പിനാക്കിളിന്റെ ബുക്ക് ചെയ്ത് ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടൈമർ ഇട്ട് ചെയ്യാം. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ടൈമർ ഇട്ട് ചെയ്യാം, അത് നിങ്ങളുടെ സ്പീഡിനെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പറയാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതാണ് മോക്ക് ടെസ്റ്റിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ ആദ്യം മോക്ക് ടെസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മോക്ക് ടെസ്റ്റും റിയൽ എക്സാമും സെയിം തന്നെയാണ്. നിങ്ങൾ ആദ്യം പ്രീവിയസ് ചെയ്യുക, എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാം എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, ഇപ്പൊ ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇനിയുള്ള എക്സാമിനെങ്കിലും നിങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് എല്ലാ ക്ലാസിന്റെ ഡീറ്റെയിൽസും അതേപോലെ ഷോർട്ട് വീഡിയോസ് ഇടുന്നതും അതെല്ലാം ഇടുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ് ഒക്കെ ഓരോരോ മിനിറ്റിൽ നമ്മൾ എത്ര സെറ്റായിട്ട് ചെയ്യണം, 1 മിനിറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എല്ലാം പറയുന്നുണ്ട്. എല്ലാവരും കാണുക. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, നമുക്ക് എന്ത് ചെയ്യാം, സെറ്റായിട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് മസ്റ്റായിട്ട് കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിലെ കണ്ടന്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത കണ്ടന്റ് ഇതിലുണ്ട്. ഒരിക്കലും നിങ്ങൾ വേറെ ചാനലൊക്കെ നോക്കിയാൽ മതി. അപ്പൊ അവരൊക്കെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഡീപ്പായിട്ട് ആ ഒരു കാര്യങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് മാത്രം അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചാനൽ കണ്ടന്റ് നോക്കി പഠിക്കാവുന്നതാണ്. എല്ലാ റെയിൽവേയുടെ എക്സാംസ് ആയാലും അതുപോലെ SSC എക്സാംസ് ആയാലും എല്ലാം നല്ല ക്വാളിറ്റി കണ്ടന്റ് തന്നിട്ടുള്ള ക്ലാസ്സുകളാണ്. എല്ലാവരും ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതേപോലെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ കമന്റുകൾ പറയാം. ഓക്കെ, അപ്പൊ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ഓക്കെ, താങ്ക് യു.